നവീകരിച്ചതിന് പിന്നാലെ കലൂർ സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം. ഇന്ത്യ ഹോങ്കോങ് മത്സരം മാർച്ച് 31 നടക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി കലൂർ തുടരും. ആദ്യ മത്സരം മുംബൈക്കെതിരെ ഈ മാസം 22 നടക്കും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്റ്റേഡിയം പുനർനിർമ്മിച്ചത് സുതാര്യമായാണെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. മാർച്ച് 31 ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ഇവിടെ നടത്തുന്നുള്ള ഓഫർ വരുന്നുണ്ട്. ഡേറ്റ് ഏറെക്കുറെ അവർ ഐഡന്റിഫൈ ചെയ്ത് 32 എന്ന് പറഞ്ഞു. അത് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിലാണ്. നവംബർ 28 സ്പോർട്സ് ഫൗണ്ടേഷൻ ഓഫ് കേരള വഴി സ്പോൺസറായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നമ്മളുടെ റിപ്പോർട്ടർക്ക് കൈമാറിയത് ഞങ്ങൾ തിരിച്ചെടുത്തു. കൈമാറിയത് സ്പോർട്സ് ഫൗണ്ടേഷനാണ്. സ്പോർട്സ് ഫൗണ്ടേഷൻ അവരുമായിട്ട് ധാരണ ഉണ്ടാക്കുമ്പോൾ അത് ത്രികക്ഷി ധാരണയാണ്. GCDA, സ്പോർട്സ് ഫൗണ്ടേഷൻ. അപ്പോൾ അന്ന് ഞങ്ങളൊരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ധാരണ നടക്കുന്ന ജോലികളെല്ലാം ക്വാണ്ടിഫൈ ചെയ്ത് പോകണം, മോണിറ്റർ ചെയ്ത് പോകണം എന്നുള്ളത് നടത്തിയിട്ടുണ്ട്. അത് പ്രകാരം നല്ലപോലെ ഇവിടെ മുതൽ ഇറക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇതിൻ്റെ കൃത്യം തുകയാണ് ചോദിക്കുന്നതെങ്കിൽ അത് പറയുന്നൊരു നില ഇപ്പോൾ ഇല്ല. പക്ഷേ ഏറെക്കുറെ ഞങ്ങൾക്ക് ധാരണ വന്നിട്ടുണ്ട്. ഏറെക്കുറെ നിങ്ങളോട് പറയുന്നത് ശരി, നിങ്ങൾ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റായി നല്ല സുതാര്യമായി ചെയ്യുന്ന ഒരു സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത്തവണത്തെ ISL മത്സരങ്ങൾ നടക്കില്ലെന്നൊരു ആശങ്ക പൊതുവെ ഉണ്ടായിരുന്നു. നടക്കുകയാണെങ്കിലും കൊച്ചിയിൽ വരാനിടയില്ലെന്നുള്ള ഒരു പ്രചാരണവും ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ISL മീറ്റിന്റെ 9 കളികൾ കൊച്ചിയിലായിരിക്കും. അതാണ് പ്രധാന കാര്യം. അത് ഫെബ്രുവരി 22 തൊട്ട് മെയ് അവസാനം വരെയുള്ള ഒരു ടൈം ഫ്രെയിമിലാണ് നടക്കുക. സ്റ്റേഡിയത്തിന്റെ നവീകരണം കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഏത് മത്സരങ്ങളും നടത്താൻ യോഗ്യമായ വിധത്തിൽ നമ്മളുടെ സ്റ്റേഡിയത്തെ മാറ്റിത്തീർത്തിട്ടുണ്ട്. മെച്ചപ്പെട്ട ഒരു സ്റ്റേഡിയം ഉണ്ടാവുകയും കളിയില്ലായിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അത് അബ്സേർഡാണ്. അതുകൊണ്ട് കളി വന്നതിനെ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഭ്യർത്ഥനകളെല്ലാം മാനിച്ച് ഞങ്ങൾ ഒരു ധാരണയിലേക്ക് എത്തി. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, അങ്ങനെ കൊച്ചിയിൽ ഫുട്ബോൾ ആരവത്തിലേക്ക് കടക്കുകയാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി സ്റ്റേഡിയം പുനർനിർമ്മിച്ചതിന് ശേഷമുള്ള അല്ലെങ്കിൽ നവീകരിച്ചതിന് ശേഷം കലൂർ സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിലേക്ക് കടക്കുന്നു, അല്ലേ? തീർച്ചയായും ശ്രുതി, GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമായി കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ മത്സരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര മത്സരങ്ങളടക്കം കൊച്ചിയിലേക്ക് എത്തുകയാണ്. മാർച്ച് 31 ഇന്ത്യ ഹോങ്കോങ് സൗഹൃദ അന്താരാഷ്ട്ര മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചു എന്നാണ് ഇപ്പോൾ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി കൊച്ചി കലൂർ സ്റ്റേഡിയം മാറുകയും ചെയ്യുകയാണ്. അതായത് 9 ഹോം മാച്ചുകളാണ് ഇത്തവണ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. ഇവിടെയുള്ള നവീകരണങ്ങൾ, കോടികൾ മുടക്കിയുള്ള നവീകരണങ്ങൾ വളരെ സുതാര്യമായി അറ്റകുറ്റപ്പണികളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഈ നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. ഇത് കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ GCDA ശരിവെക്കുന്നത്. എന്തൊക്കെ പ്രവൃത്തികളാണ് നടന്നത് എന്ന് അക്കമിട്ട് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. 13 പ്രവർത്തനങ്ങളാണ് പ്രധാനമായും കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിച്ച് അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ചെയറുകളും മാറ്റിയിരിക്കുന്നു. VIP ഏരിയയിലെ പ്രത്യേക ചെയറുകളടക്കം സ്ഥാപിച്ചിരിക്കുന്നു. സ്റ്റേഡിയത്തിലെ 48 ടോയ്ലറ്റ് ബ്ലോക്കുകളിൽ മെഡിക്കൽ റൂം, അതോടൊപ്പം തന്നെ ഹോം ടീമിന്റെ റൂം, ഹെവേ ടീമിന്റെ റൂം, 1ാം നിലയിലെ VIP ലേഡീസ് ടോയ്ലറ്റ് തുടങ്ങി പൂർണ്ണമായും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ റൂം നമ്പർ 4 സമീപത്തെ ടോയ്ലറ്റിന്റെ 1ാം നിലയിലെ ബ്ലോക്കിന്റെ പ്രവൃത്തികളും പൂർത്തിയാക്കിയിരിക്കുന്നു. അതിർത്തിയുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മതിൽ നിർമ്മാണം ഉണ്ടായിരുന്നു, അതും പൂർത്തിയാക്കിയിരിക്കുന്നു. 770 മീറ്റർ നീളത്തിലാണ് പുറം ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. 510 മീറ്റർ നീളത്തിൽ ഉൾമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഉൾമതിലുകളുടെ മുകളിൽ 60 സെന്റിമീറ്റർ ഉയരത്തിലുള്ള ഗ്രില്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിലെ ഡ്രൈനേജ് ലൈനുകൾ പൂർണ്ണമായും ശുചീകരിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രവേശന പാതക്കരികിലെ മരങ്ങൾക്ക് സംരക്ഷണവും പൊതുജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിലെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. JLN മെട്രോ സ്റ്റേഷന് സമീപത്തെ സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിന്റെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്റ്റേഡിയം കെട്ടിടത്തിന്റെ എൻട്രൻസ് ലോബിയിൽ പുറം ഭാഗം അവിടെ ക്ലാഡിംഗ് സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിന്റെ ഉൾവശം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അതിന്റെ മുഴുവൻ ഭാഗങ്ങളും പുതിയ പെയിന്റ് ചെയ്ത് അത്തരത്തിൽ നവീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകളുടെ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അധിക എർത്തിംഗ് പിറ്റുകളടക്കം സ്ഥാപിച്ച് എർത്തിംഗ് സംവിധാനമടക്കം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമായി ഉയർന്നിരിക്കുകയാണ്. നേരത്തെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇത്തരത്തിൽ കൊച്ചി വിട്ട് മറ്റ് സ്റ്റേഡിയങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്
വാടകയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളായിരുന്നു. സാധാരണ 8,40,000 രൂപയാണ് ഒരു മാച്ചിനു വേണ്ടി GCDA ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈടാക്കിയിരുന്നത്. പക്ഷേ ഈ തുകയിൽ ഇളവ് വരുത്തണമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ആ ചർച്ചയിൽ ഒരു ഫലം കണ്ടില്ല. അതുകൊണ്ടാണ് മറ്റ് സ്റ്റേഡിയങ്ങളിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചത്. പക്ഷേ മറ്റ് സ്റ്റേഡിയങ്ങളുടെ കാര്യത്തിൽ ഇത്രയും നവീകരണം നടക്കാത്ത, ഇത്രയും മര്യാദയ്ക്ക് കളിക്കാൻ പോലും കഴിയാത്ത പല സ്റ്റേഡിയങ്ങളിലേക്കും പോകാൻ കഴിയില്ല എന്ന് ബ്ലാസ്റ്റേഴ്സും തിരിച്ചറിഞ്ഞു. വീണ്ടും ചർച്ചകൾ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വെറും 2 ലക്ഷം രൂപക്കാണ് ഇപ്പോൾ GCDA ഓരോ മാച്ചും ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ വേണ്ടി വിട്ടു നൽകുന്നത്. ഇത്തരത്തിൽ പൂർണ്ണമായും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഒരു സ്റ്റേഡിയം അവിടെ കളി നടന്നില്ലെങ്കിൽ പിന്നെ എന്തു കാര്യം എന്നതാണ് GCDA ചെയർമാൻ അടക്കം ചോദിക്കുന്നത്. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ, അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ളവർ, CEO അടക്കമുള്ളവരും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ കൊച്ചി കലൂർ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകിയതിൽ അവർ നന്ദി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാസങ്ങളോളം ചെലവഴിച്ച് പൂർണ്ണമായും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ ISL മത്സരങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരുന്നത് പോലെ അന്താരാഷ്ട്ര മത്സരങ്ങളും വരുന്നു. ഇന്ത്യ ഹോങ്കോങ് സൗഹൃദ അന്താരാഷ്ട്ര മത്സരം മാർച്ച് 31 നടക്കാനാണ് സാധ്യത. ശരി, വ്യക്തമാണ്. സ്റ്റേഡിയം നവീകരണത്തിന് ശേഷമുള്ള മത്സരമാണ്. ഇന്ത്യ ഹോങ്കോങ് മത്സരം മാർച്ച് 31 നടക്കും. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.